മെഡിക്കോ ഫെസ്റ്റിന്റെ ഭാഗമായി കാട്ടാക്കട മാതാ കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടാക്കട മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാതാ കോളേജ് ചെയർപേഴ്സൺ ജിജി ജോസഫ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. IMA പ്രസിഡന്റ് ഡോക്ടർ ഹേമ ഫ്രാൻസിസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മാതാ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജ്യോതിഷ് സുഭാഷും മെഡിക്കോ ഫെസ്റ്റ് കോർഡിനേറ്റർ അലക്സ് ജെയിംസും മാതാ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ അഖിൽ, പ്രിൻസിപ്പൽ ഗായത്രി, മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി വ്യക്തികളും രക്തദാന ക്യാമ്പിൻ്റെ ഭാഗമായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു തുള്ളി രക്തം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കൊടുക്കാനുള്ള മനസ്സുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അത് നമ്മൾ എത്രയും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊരു മഹാദാനമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും കരുതേണ്ടത്, ഒരു അനുഗ്രഹമായിട്ടാണ് കരുതേണ്ടത്. നമുക്കറിയാം, RCCയിലും മെഡിക്കൽ കോളേജിലും പോയി കഴിഞ്ഞാൽ പലരും ജീവന് പോരാടുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സഹായം ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ സഹായത്തിന് വന്നിരിക്കുന്ന ടീമെന്ന് പറയുന്നത് അത് ഒരു അനുഗ്രഹമുള്ള ടീം തന്നെയാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന ബ്ലഡ് ഡൊനേഷൻ ക്യാമ്പ് വളരെ ഒരു വേണ്ടപ്പെട്ട ഒരു ക്യാമ്പായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത് നമുക്കറിയാം, മാതാ കോളേജ് ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജിജി മാഡം അതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നയിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഈ ഒരു ആക്ടിവിറ്റിയും കൂടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നമ്മുടെ അന്താരാഷ്ട്ര ബ്ലഡ് ഡൊണേഷൻ ഡേ ആയിട്ട് കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു അതിൻ്റെ ബ്ലഡ് ഡൊണേഷൻ ഡേ. പക്ഷെ അന്ന് അവധിയായതിനാൽ ഞങ്ങൾ ഇന്ന് മെഡിക്കൽ കോളേജ് ടീമുമായിട്ട് ഞങ്ങളിന്ന് ബ്ലഡ് ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡൻസ്, നാട്ടുകാർ, അങ്ങനെ ഒരുപാട് പേര് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനാഗുറേഷൻ ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നാഷണൽ ലെവലിലെത്തിയ IMAയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ഹേമ ഫ്രാൻസിസ് മേഡമാണ്. അതിനോടൊപ്പം നമ്മുടെ ഡോക്ടർ ജ്യോതിഷ്, പിന്നെ സ്റ്റാഫുകളായ പ്രിൻസിപ്പൾ ഗായത്രി, അഡ്മിനിസ്ട്രേറ്റീവ് അഖിൽ, കോർഡിനേറ്റർ അലക്സ്, എൻ്റെ സ്റ്റുഡൻസ്, നാട്ടുകാർ, മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇന്നേ ദിവസം ഈ പ്രോഗ്രാമിന് പങ്കെടുത്തു. അപ്പം എനിക്കിതിൽ പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്ന് ഒരാൾക്ക് ബ്ലഡ് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊടുക്കാൻ നമുക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് കളക്ട് ചെയ്ത് ഇന്ന് കൊടുക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ ഈ സന്ദർഭം വളരെ സന്തോഷവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അതിന് പങ്കെടുത്ത എൻ്റെ കുട്ടികൾക്കായാലും ശരി, നാട്ടുകാർക്കായാലും അതിന് ആദ്യമേ നന്ദി പറയുന്നു. ഇത് പ്രോഗ്രാമിന് ഇനാഗ്രേറ്റ് ചെയ്ത ഹേമ മാഡത്തിനും ഞാൻ ഹാർദവമായിട്ട് നന്ദിയും സ്വാഗതവും ഒക്കെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവരും പറഞ്ഞതുപോലെ നമ്മളൊരു വലിയൊരു നന്മയുള്ളൊരു കർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാഡം പറഞ്ഞത് ഇപ്പോൾ നിങ്ങളെല്ലാം കേട്ട് കാണും. RCC പോലെയുള്ള, അതേപോലെ മെഡിക്കൽ കോളേജ് പോലെയുള്ള പ്രൈവറ്റ് പല ഹോസ്പിറ്റലുകളിലായാൽ പോലും ബ്ലഡിന് വേണ്ടി ഒരുപാട് പേര് കിടന്ന് നെട്ടോട്ടം ഓടുന്നത് നമ്മളെപ്പോഴും കാണുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കാം ഒരാൾ വിളിക്കുന്നത്, B പോസിറ്റീവോ A പോസിറ്റീവോ ബ്ലഡ് വേണം, സഹായിക്കാൻ പറ്റുമോ, ആരെങ്കിലും നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും ഒന്ന് മെഡിക്കൽ കോളേജിലോട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ടോ വിടാമെന്ന്. ഈ കഴിഞ്ഞ ആഴ്ചയും ഒരാൾ ഇതേപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ കോളേജിൽ കുട്ടികളും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് അത് സഹായിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും. അന്ന് ഇവിടെയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും നമ്മൾ ഇതിട്ടു. അങ്ങനെ വളരെ നല്ലൊരു പ്രവൃത്തിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ പോലെയുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കാനും കഴിഞ്ഞു. നിങ്ങൾക്കും അതിൽ അഭിമാനിക്കാം, നമ്മുടെ സ്റ്റാഫിനും ഇതിൽ അഭിമാനിക്കാം. പിന്നെ ഹേമ ഫ്രാൻസിസ് മാഡത്തിനെ പോലെയുള്ള ഒരു നല്ലൊരു ഡോക്ടർ, നല്ലൊരു ഡോക്ടർ നമുക്ക് ഈ ഒരു ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ നല്ല രീതിയിൽ അഭിമാനം കൊള്ളുന്നു. പിന്നെ മദർ തെരേസ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഈ 2026 മെഡിക്കൽ ഫെസ്റ്റ് വരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും, കുട്ടികളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മെഡിക്കൽ ഫെസ്റ്റ് നമുക്ക് ഇവിടെ രൂപീകരിക്കാനും അതിനെ അടിച്ചുപൊളിച്ച് കലോത്സവമായാലും അതൊരു ചാരിറ്റി ആയാലും കുട്ടികളുടെ വെൽക്കം സെറിമണി ആയാലും അതൊരു 3 വിഭാഗമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് മെഡിക്കൽ ഫെസ്റ്റ്. നിങ്ങൾ ചിലവർ വിചാരിക്കും ചാരിറ്റി മാത്രമാണ്. ഒരിക്കലുമല്ല. നമ്മുടെ കലോത്സവം ചെയ്യുന്നുണ്ട്, അതേപോലെ ചാരിറ്റി ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ വെൽക്കം സെറിമണി. അപ്പോൾ ഈ ഒരു 3 പ്രോഗ്രാം നമുക്ക് ഒറ്റ കുടക്കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും.